ശ്രീ വി കെ രാജഗോപാൽ. ഇപ്പോൾ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച എരുമേലി മുസ്ലിം ജമാഅത്ത് മൗലവി ടി.എസ്. അബ്ദുൽ കരീം അവർ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി.എസ്. പ്രസാദ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അതിലുപരിയായി വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്ന തീർത്ഥാടകരെ, ഹിന്ദുത്വത്തിൻ തിലകക്കുറിനി, ഇസ്ലാമിൻ നിസ്കാരത്തഴമ്പുനി, ക്രിസ്ത്യന്മാരിൽ അണിയുന്നോരമരമരക്കുരിശുനി എന്ന് ആരണ്യക സാര സർവസ്വ ചൈതന്യത്തെ കുറിച്ച് പാടിയ യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ് ഞാൻ ആദ്യം ഓർക്കുന്നത്. ഒരു ഇസ്ലാമായ അദ്ദേഹം ധാരാളം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്റെ സ്വാമിയുടെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിൽ പിറന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന യേശുദാസാണ്, അഗസ്റ്റിൻ ജോസഫിന്റെ മകനാണ്, അയ്യപ്പനെ പാടി ഉണർത്തുന്നതും ഉറക്കുന്നതും. സംഗീതത്തിന് മതമില്ല, വിഭാഗീയതയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാനവ സമൂഹം കലയിലൂടെ ഐക്യപ്പെടണമെന്ന് പ്രഖ്യാപിച്ച ഗാനഗന്ധർവൻ അയ്യപ്പന് വേണ്ടി പിറന്നവനാണെന്നാണ് സമൂഹം വിലയിരുത്തിയത്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ അവദാനങ്ങൾ പാടുന്ന 10 ഗാനങ്ങൾ സമീപകാലത്ത് ഞാൻ രചിക്കുകയുണ്ടായി. അതിൽ ഞാൻ എഴുതിയ ഒരു വരി ഇങ്ങനെയാണ്: മാമല കയറുന്നോരയ്യപ്പന്മാരെ മാനിതരാക്കണമെന്നും എന്നാണ്. നിങ്ങൾ എന്നും മാനിക്കപ്പെടണം. മാമല കയറുന്ന അയ്യപ്പന്മാരായ നിങ്ങൾ എന്നും എന്നും മാനിക്കപ്പെടണമെന്ന് ഞാൻ ആ പാട്ടിൽ എഴുതി വെച്ചപ്പോൾ തന്നെ എന്റെ അനുഗ്രഹം അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അനുഗ്രഹ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ കേവലം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവസാനിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്നുള്ളിടത്താണ് അതിന്റെ പ്രാധാന്യം. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലെ ശബരിമല. ആരാണ് ഈ ശബരി? രാമായണത്തിലെ പുണ്യവതിയായ ഒരു സ്ത്രീയാണ് ശബരി. മാതംഗമണിയുടെ ആശ്രമ പരിസരത്ത് കൂടി കടന്നുപോയ ഒരു കാട്ടാള സ്ത്രീയാണ് ശബരി. ആ കാട്ടാള സ്ത്രീ മാതംഗമണിയുടെ ആശ്രമത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ തനിക്ക് അനുവാദമില്ല എന്ന് ദുഃഖിച്ചു കഴിയവേ ആരും കാണാതെ രാവിന്റെ യാമങ്ങളിൽ ആ തപസ്സുകൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് ആശ്രമ പരിസരത്ത് പോയി അത് മുറ്റം വെടിപ്പാക്കുന്നതിനുമൊക്കെ ശ്രമിച്ചു. ആരാണ് ആശ്രമത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നത് എന്ന് തപസ്വിമാർ അന്വേഷിച്ചപ്പോൾ ഈ കാട്ടാള സ്ത്രീയെ കുറിച്ച് അറിഞ്ഞു. അവരുടെ മാനുഷികമായ നന്മകളെ കണ്ടിട്ട് അവർക്ക് മോക്ഷം കൊടുത്തു എന്ന രാമായണത്തിലെ കഥ. ശബരി എന്ന പുണ്യവതിയായ സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന ശബരിമല, ഉച്ചനീചത്വങ്ങൾക്ക് വില കൽപ്പിക്കാതെ സകലരെയും സമത്വത്തിൽ കാണുന്ന ശബരിമല, ആ ശബരിമല സ്ഥിതി ചെയ്യുന്ന ഈ പത്തനംതിട്ട ജില്ലയിൽ പിറന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ചെറുകോൽ എന്ന പഞ്ചായത്തിൽ ഇന്നലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ധാരാളം ആളുകൾ എതിരേൽപ്പ് നൽകി. എന്റെ ചെറുപ്പകാലം മുതൽ ഒരു ഗ്രാമത്തിലെ മൺപാതയിലൂടെ കടന്നു വരുന്ന ആ തിരുവാഭരണ ഘോഷയാത്രയുടെ കാഴ്ചക്കാരനായ ഒരു ബാലനായിരുന്നു ഞാൻ. തിരുവാഭരണം ചുമന്നുകൊണ്ടുവരുന്ന ആ സംഘം എന്തിനാണ് അയ്യപ്പന് വേണ്ടി ഇത് ചാർത്തുന്നതിന് ശബരിമലയിലേക്ക് പോകുന്നത് എന്ന ചരിത്രം അന്വേഷിച്ചപ്പോൾ മഹിഷി നിഗ്രഹം നിർവഹിച്ചിട്ട് അയ്യപ്പൻ പുലിപ്പടയുമായി പന്തളത്തു ചെന്ന് തന്റെ വളർത്തച്ഛനായ തമ്പുരാനിൽ നിന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ താൻ അമ്പ് അയക്കുമ്പോൾ എവിടെയാണോ അത് ചെന്ന് വീഴുന്നത് അവിടെ തനിക്ക് ക്ഷേത്രം പണിയണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഇനി എങ്ങനെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് മണികണ്ഠൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, രാജകുമാരനായി കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ, വലിയ തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ പുത്രൻ എഴുന്നേറ്റ് നമിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട്
വലിയ തമ്പുരാന്റെ പ്രതിനിധിയെ അവിടേക്ക് അയക്കുകയാണ്. അങ്ങനെ രാജകീയമായ ആഭരണ ഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് രാജാവായി ശ്രീ ധർമ്മശാസ്താവിനെ കാണുവാൻ വേണ്ടിയാണ് ഈ യാത്ര. എന്ന് പറഞ്ഞാൽ ഈ സർവ്വ ആഭരണങ്ങളും നമ്മൾ ധരിക്കുന്നത് ചൈതന്യം വർദ്ധിപ്പിക്കാനാണ്, കാഴ്ച വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെ നമ്മുടെ ദൈവസങ്കല്പത്തെ സമത്വത്തിന്റെ ഉദാഹരണമായി ശബരിമലയിൽ വാഴുന്ന ശ്രീധർമ്മശാസ്താവിനെ കാണുവാൻ പോകുന്ന തീർത്ഥാടകർ ആ മകരജ്യോതി സംക്രമത്തിന്റെ ഏറ്റവും പുണ്യമായ ദിനത്തിൽ സർവാഭരണ വിഭൂഷിതനായി അദ്ദേഹത്തെ കാണുമ്പോൾ ദൈവിക ചൈതന്യത്തെ ഏറ്റവും ഉദാത്തമായ നിലയിൽ കാണണമെന്നുള്ള അഭിലാഷത്തോടുകൂടി പോകുന്നവരാണ്. ദൈവ ചൈതന്യത്തെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ കാണുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ക്രിസ്തുമാർഗിയായി ജീവിക്കേണ്ടി വരുന്ന ഞാൻ ഭാരതത്തിന്റെ സന്താനമാണ്. പള്ളിയിൽ മാമോദിസ മുങ്ങിയപ്പോൾ ഞാൻ സഭയുടെ അംഗമായി. അതിനു മുമ്പ് ഒരു അപ്പനും അമ്മയ്ക്കും ഞാൻ പിറന്നപ്പോൾ എനിക്ക് പേരൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറും കുഞ്ഞായിരുന്നു, ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. അത് ഭാരതത്തിന്റെ മണ്ണിൽ പിറന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് ഞാൻ. ആ കുട്ടിയായ എന്നെ എന്റെ മാതാപിതാക്കളുടെ വഴിയിലൂടെ ഒരു മതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് മാമോദിസ എന്ന കർമ്മമാണെങ്കിൽ ആ മാമോദിസയേക്കാൾ വലുതായി ഞാൻ ഭാരതത്തിന്റെ പൗരനാണ് എന്ന എന്റെ മനുഷ്യത്വം എന്ന മതത്തെയാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മതം സ്വീകരിക്കുവാനുള്ള മാർഗവും അവകാശവും ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ചു തന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കുന്ന മതങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ മതങ്ങളുടെ അവകാശം, സഭയിൽ ഉൾക്കൊള്ളുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തിൽ കഴിയുന്ന നമുക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഏത് മതത്തിലും ജീവിക്കുക, പക്ഷേ മനുഷ്യത്വം എന്ന മതത്തെ മറക്കാതിരിക്കുക. അതാണ് നമ്മുടെ സന്ദേശം. ഭാരതത്തിന്റെ പൗരനുള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പത്തെ, ആ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമെങ്കിൽ ഇവിടെയുള്ള സകലരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി ഷിക്കാഗോ പ്രസംഗത്തിൽ ലോകത്തിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കുവാനുള്ള ആർജവത്വം ഭാരതീയ പൗരനായ അദ്ദേഹം കാണിച്ചത്. ആ സ്വാമിജി നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമിയെ കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, അങ്ങ് ഗരുഡനാണ്, ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് പറഞ്ഞു. ഞാൻ വെറും ഒരു കൊതുകാണ്, പക്ഷെ അങ്ങ് ഗരുഡനാണ്, ആത്മീയ മേഖലയിൽ അങ്ങ് ഗരുഡനാണ് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ അറിയപ്പെട്ട പ്രവാചകനാണെങ്കിലും ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, അവിടുത്തെ ചെരുപ്പിന്റെ വാലഴിക്കാൻ പോലും